മരിക്കുന്ന കാലം വരെ അല്ല തന്നത് വീടാകട്ടെ, കാറാകട്ടെ, മക്കളാകട്ടെ, സമ്പത്താകട്ടെ, പണമാകട്ടെ, ഭാര്യയാകട്ടെ, അല്ല തന്നത് മരിക്കുമ്പോഴും നിലനിന്ന് കിട്ടണം. ബർക്കത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് കിട്ടലല്ല, അള്ളാഹു തന്നത് മരിക്കുമ്പോഴും നിലനിൽക്കല, അതാ ബർക്കത്ത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ കൈ കൊണ്ട് മരിക്കുന്ന ദിവസം വരെ പൊക്കാനും താഴ്ത്താനും ഉപയോഗിക്കാൻ കഴിഞ്ഞാലേ ഈ കൈ കൊണ്ട് വിലയുള്ളൂ. ഈ നാവ് കൊണ്ട് മരിക്കുന്ന സമയം വരെ സംസാരിക്കാൻ കഴിയുമെങ്കിലേ പ്രയോജനമുള്ളൂ. ഈ കാലുകൊണ്ട് നടക്കാൻ പറ്റിയാലേ പ്രയോജനമുള്ളൂ. ഇല്ലെങ്കിൽ ഇതുകൊണ്ട് എന്ത് പ്രയോജനം? അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ 2 കല്ലാ വെച്ച് കെട്ടിയിരിക്കുന്നേ. സഹാബത്തിന് സങ്കടമായിടോ, പോയി പരാതി പറഞ്ഞല്ലോ എന്നോർത്ത്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ വീട്ടിൽ പോയി. എന്നിട്ട് പെണ്ണുമ്പിള്ള എടുത്ത് ചോദിച്ചു, ഡീ നബിതങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. വയറ്റിൽ കല്ലും വെച്ച് കെട്ടിയിട്ട് നബിതങ്ങൾ പട്ടിണിയാ, തിന്നാൻ വല്ലതുണ്ടോ? ഇക്കാ, ഒരിത്തിരി ചപ്പാത്തി ഉണ്ട്, ഇത്തിരി ഇറച്ചിക്കറിയുണ്ട്, 1, 2, 3 പേർക്ക് കഴിക്കാം, കൂടിപ്പോയ 3 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. ഈ സഹാബി നേരെ നബിതങ്ങളുടെ ചെവിയിൽ പോയിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ വീട്ടിൽ ഒരിത്തിരി ഭക്ഷണമുണ്ട്, വാ നബിയെ പോയി കഴിക്കാം. അള്ളാഹുവിന്റെ പ്രവാചകനോട് പോയിട്ട് രഹസ്യമായിട്ട് പറയാ, ഒരല്പം ഭക്ഷണമുണ്ട് നബിയെ, വാ നബിയെ പോയി കഴിക്കാം. ഭക്ഷണം ഉണ്ടെന്ന് കേൾക്കേണ്ട താമസം നബിതങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, സഹാബ എല്ലാരും വാ കഴിക്കാൻ ഭക്ഷണം ഉണ്ടെന്ന്. എല്ലാരും വാ കഴിക്കാൻ ഭക്ഷണം ഉണ്ട്. സഹാബി പറഞ്ഞു, നബിയെ 3 പേർക്ക് തിന്നാനുള്ളതേ ഉള്ളു നബിയെ. നബിതങ്ങൾ പറഞ്ഞു, ഇറച്ചിക്കറി അടുപ്പിലിരിക്കല്ലേ, ഞാൻ വരാതെ ഇറക്കരുത്, മാവ് അവിടെ വെച്ചേരെ, ഞാൻ വന്ന് ചുട്ടോളാം. 80 സഹാബത്തുണ്ടോ? എത്ര എണ്ണുണ്ട്? 80 പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചെന്നിരുന്നു. ചപ്പാത്തി ഉണ്ടാക്കും, ചുട്ടു കൊടുക്കും, ഇറച്ചിക്കറി കോരി കൊടുക്കും. ആ 80 പേരും തിന്നു. ബാക്കി വന്നടോ, ഇതിനാ ബർക്കത്തെന്ന് പറയുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പള്ളിയിൽ ചോറ് വെക്കുമ്പോൾ നേർച്ചയ്ക്ക് ചോറ് വെക്കുമ്പോൾ എന്തുകൊണ്ടാ ഉസ്താദ് വന്ന് ദുആ ചെയ്യുന്നേ? ഉസ്താദ് വന്ന് തുടങ്ങുമല്ലോ, അല്ലാതെ കമ്മിറ്റിക്കാരിലെ തുടങ്ങുന്നേ. ഉസ്താദന്മാരെ കൊണ്ടുവരുമല്ലോ, തങ്ങന്മാരെ കൊണ്ടുവന്ന, അതൊരു ബർക്കത്താ. ആരുടെ വീട്ടിലാണോ ആടിനെ വളർത്തുന്നത് അവന്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തിനെ വളർത്തിയ ഉണ്ടോ? TV ഉണ്ടോ? 2 എണ്ണം, ഒന്ന് ഹാളിൽ, ഒന്ന് റൂമിൽ, പിന്നെ കയ്യിലൊന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാത്തിൻ്റെ കയ്യിലും മൊബൈല്. ഒരു കാര്യം ഞാൻ പറയാം സഹോദരങ്ങളെ, മൊബൈൽ കൊടുത്തു പഠിപ്പിക്കരുത് മക്കളെ. നിങ്ങളുടെ മക്കൾ കഞ്ചാവ് അടിക്കോ? ഇല്ല. കള്ളു കുടിക്കോ? ഇല്ല. കള്ളു കുടിക്കുന്നവന്, സ്ഥിരമായി കള്ളു കുടിക്കുന്നവന് ആ സമയത്ത് കുടിച്ചില്ലെങ്കിൽ അവൻ്റെ സ്വഭാവം മാറത്തില്ലേ? മാറുവോ? നിങ്ങളൊക്കെ മലക്കുകൾ, ഞാൻ മാത്രമേ ഉള്ളൂ മനുഷ്യനായിട്ട്. ഇവിടെ സ്ഥിരമായി കള്ളു കുടിക്കുന്നവന്, കഞ്ചാവ് അടിക്കുന്നവന് അത് കുടിച്ചില്ലെങ്കിൽ വലിയ പ്രയാസമാണ്. എന്നാൽ ഈ മൊബൈൽ വെച്ചിരിക്കുന്ന മക്കളുടെ കയ്യിൽ നിന്ന് ആ മൊബൈൽ വാങ്ങിച്ചു നോക്കിയേ, അവൻ്റെ സ്വഭാവം കാണാപ്പം. അത്രയ്ക്കും അഡിക്റ്റായിപ്പോയി നമ്മുടെ മക്കൾ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിഴപ്പിക്കുക ഉമ്മമാർ സുഖത്തിന് വേണ്ടി. അവർക്ക് ഇത്തിരി നേരം ഉറങ്ങണം, ഇത്തിരി നേരം വഴുതു പറയണം, അതിന് മൊബൈലും കൊടുത്തിട്ട് ഇന്ന ഒരു ഉസ്താദ് വന്നു പോയത് പോലും അറിയണില്ല മക്കൾ. ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോണ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടാണ് വന്ന മൊബൈലിനെ കുറിച്ച്. അള്ളാഹു ആ പയ്യൻ്റെ ആ കുടുംബത്തിലെ പിതാവ് മരിച്ചുപോയി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ വീട്ടിൽ ആടിനെ വളർത്തി എന്ത് കിട്ടും? ആടിന്റെ കിലോയ്ക്ക് എന്നാ വിലയെന്നറിയോ? നിങ്ങൾ നോക്കിയോ, ഓരോ പെരുന്നാളിനും വെട്ടുന്ന ആടിന് വല്ല കണക്കുണ്ടോ? മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ട് വന്ന, ജീലാനി ദിനം വന്ന, വയല് വന്ന, എന്ത് സലാത്തോ ആട്ടിറച്ചിയല്ലേ ഇപ്പൊ സഹോദര, എന്ത് വിലയാ. എന്നിട്ട് ഇത് എവിടുന്നാ വരുന്നേ? എടാ, പട്ടി പ്രസവിക്കുമ്പോൾ ഓരോ പ്രസവത്തിൽ എത്ര മക്കളാ എന്നാ കാണാറുണ്ടോ? കുറച്ച് കഴിയുമ്പോൾ ചത്തുവോ അതൊക്കെ. എന്നാ ആട്, ഏത് വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടോ ആ വീട്ടിൽ ബറക്കത്തുണ്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കോഴിയെ വളർത്താറുണ്ടോ വീട്ടില്? കോഴിക്കടയിലെ കോഴിയല്ല, വീട്ടിൽ വളർത്താറുണ്ടോ? ഏത് വീട്ടിലാണോ കോഴിയെ വളർത്തുന്നത് ആ വീട്ടിൽ ബറക്കത്തുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. വീട്ടിൽ ആട്ടുകല്ലുണ്ടോ? വീട്ടിൽ ആട്ടുകല്ലുണ്ടോ? ആട്ടുകല്ലെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഉസ്താദ് ഉണ്ടായിരുന്നോ? സുഖല്ലേ? ഗുജറാത്തിലെ ഉസ്താദ്. ആട്ടുകല്ലുണ്ടോ വീട്ടിൽ? ഇങ്ങോട്ട് നോക്കും മനുഷ്യന്മാർ, ആട്ടുകല്ലുണ്ടോ? ആട്ടുകല്ല് ഏതാന്ന് യൂട്യൂബിൽ കയറി നോക്കണം. ഇപ്പം ആട്ടുകല്ല്. ഇപ്പൊ പെണ്ണുങ്ങൾ മൊത്തം ജിമ്മിന് പോവാ തടി കുറയ്ക്കാൻ. സുബ്ഹാനല്ലാഹ്, എന്തുവാ അപ്പം ഒന്ന് ആലോചിക്കുക.
താത്താമാര് മൊത്തം ഇപ്പൊ ജിമ്മില്ല. ഈ ഡ്രൈവിങ്ങും പഠിക്കാൻ പോകുന്നുണ്ട്. ലൈവായില്ലയോ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്നും പറയില്ലപ്പാ. ഞാൻ പണ്ട് പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് പ്രസംഗിച്ചു. ഇപ്പൊ 29 കേസുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്നിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. ജിമ്മിന് പോവാ താത്താമാര്. എടാ, ഏത് ഉമ്മാമയാ ജിമ്മിന് പോയിട്ടുള്ളേ? 100 വയസ്സ് വരെ 90 വയസ്സ് വരെ ജീവിച്ച ഏത് ഉമ്മയാ ജിമ്മിന് പോയിട്ടുള്ളേ? ജിം എന്താണെന്നറിയോ? എടാ, എന്ത് ഈ പെണ്ണുങ്ങള് ഈ ജിമ്മിന് പോയിട്ട് ഇതൊക്കെ എന്താ ചെയ്യുന്നേ? എടാ, മിറ്റം തൂക്കാറുണ്ടോ? മിറ്റം തൂക്കുന്ന എക്സസൈസ് അറിയോ? ഈ തുണി കഴുകാറുണ്ടോ ഏതെങ്കിലും പെണ്ണുങ്ങൾ? നമ്മൾ ഈ കല്ലിന്റെ മുകളിൽ ഇട്ടിട്ട് ഈ തുണി ഇങ്ങനെ ആക്കാറുണ്ടല്ലോ. എന്ത് നല്ല എക്സസൈസാ. ചമ്മന്തി അരയ്ക്കാറുണ്ടോ? ചമ്മന്തി അരച്ചിട്ടുണ്ടോ? ഇങ്ങനെ മാവാട്ടാറുണ്ടോ? ഇതൊക്കെ എന്നാ എക്സസൈസാ. എന്നിട്ട് ജിമ്മി പോന്നു. താത്താമാർ അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ആരുടെ വീട്ടിലാണോ ആട്ടുകല്, മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി ഉണ്ടോ വീട്ടിൽ? അതിപ്പോ എല്ലാത്തിന്റെ വീട്ടിലുണ്ട്. ചട്ടിച്ചോറ് തിന്നുന്ന കലത്തിലല്ലേ ഇപ്പൊ ചട്ടിയോടെ വീട്ടിൽ കൊണ്ടുപോകല്ലേ. അപ്പൊ നാളെ രാവിലെ കരുനാഗപ്പള്ളിയിലോ ഓച്ചിറയിലോ പോവാ. മാർക്കറ്റിൽ ഒരാട്ടുംകുട്ടിയെ വാങ്ങണം, 2-3 കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങണം, ഒരാട്ടുകല്ല് വാങ്ങണം, കുറച്ച് ചട്ടിയും വാങ്ങിയിട്ട് വീട്ടിൽ പോയിട്ട് പഴയതുപോലെ ജീവിക്ക്. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. സുഖം കൂടിപ്പോയി, അതാ ഇപ്പോഴത്തെ പ്രശ്നം. എല്ലാത്തിനും സുഖം കൂടിപ്പോയി. അതുകൊണ്ട് തന്നെയാ മടി. ഇതെല്ലാം പ്രയാസങ്ങളാ. ജോലി ചെയ്യാൻ മടി, എല്ലാത്തിനും ബുദ്ധിമുട്ട്. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആദമിന്റെ മക്കളുടെ ആഗ്രഹമുണ്ടല്ലോ, അത് ഖബറിലെ മണ്ണുകൊണ്ടല്ലാതെ അവന്റെ ആഗ്രഹം തീരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഖബറിലെ മണ്ണുകൊണ്ടല്ലാതെ അവന്റെ ആഗ്രഹം നിറയില്ല, അവന്റെ വാ നിറയില്ല എന്ന് നബി തങ്ങൾ പറയുമ്പോ എല്ലാവർക്കും ആഗ്രഹമാണ്. കുട്ടികൾക്ക് ആഗ്രഹമാണ്, ചെറുപ്പക്കാർക്ക് ആഗ്രഹമാണ്, പ്രായമുള്ളവർ, പടച്ചവനെ വിവാഹം കഴിച്ചവർ, കടിക്കാതിരിക്കുന്നവർ, അതാ പടച്ചവനെ മരണത്തിലേക്ക് അടുത്തിരിക്കുന്ന വാപ്പയാകട്ടെ ഉമ്മയാകട്ടെ, എല്ലാവർക്കും വല്ലാത്ത ആഗ്രഹമാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, സഹാബാ, അതാ ആദമിന്റെ മക്കളുണ്ടല്ലോ, അതാ ജനങ്ങൾക്ക് പ്രായമാകുമ്പോ അവർക്ക് 2 കാര്യങ്ങളോടുള്ള ആഗ്രഹം വർദ്ധിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രായമാകും തോറും 2 കാര്യങ്ങളോട് വല്ലാത്ത ആഗ്രഹമാണ്, ആഗ്രഹം വല്ലാതെ വർദ്ധിക്കുകയാണ്. നബി തങ്ങൾ ഇത് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂൽ അല്ലാഹുവിന്റെ പ്രവാചകരേ, പ്രായമാകും തോറും ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടാകുന്ന 2 കാര്യം എന്താണ് നബിയേ? ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അൽ ഹിർസു അലൽ മാൽ. പ്രായമാകുന്ന ഒരു മനുഷ്യന് ആഗ്രഹം കൂടുന്ന 1ാമത്തെ കാര്യം എന്തെന്നറിയുമോ? സമ്പത്തിനോട് വല്ലാത്ത ആർത്തിയാണ്, പണത്തിനോട് വല്ലാത്ത അത്യാഗ്രഹമാണ്, സമ്പത്തിനോട് വല്ലാത്ത ആഗ്രഹം തോന്നുകയാണ്. പടച്ചവനെ, രോഗം പിടിച്ച് നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, നല്ലതുപോലെ ഉറങ്ങാൻ കഴിയില്ല, നല്ലതുപോലെ ഒന്ന് കറങ്ങാൻ കഴിയില്ല. എന്നാലും വാപ്പയ്ക്ക് പണമെന്ന് പറഞ്ഞ ജീവനാടോ. അലമാരിയുടെ താക്കോല് തന്റെ വാപ്പ അരയിലാണ് കെട്ടിക്കൊണ്ട് നടക്കുന്നത്. അതാ പ്രായം ചെന്ന ഉമ്മമാരെ കണ്ടിട്ടുണ്ടോ? ചെറുപ്പക്കാര് ധരിക്കുന്നതിനേക്കാൾ സ്വർണ്ണാഭരണവും ധരിച്ചാണ് പ്രായമുള്ളവര് നടക്കുന്നത്. വല്ലാത്ത ആഗ്രഹമാണ്. മക്കൾക്ക് കൊടുക്കില്ല, പാവങ്ങൾക്ക് കൊടുക്കില്ല, ഒരാൾക്കും കൊടുക്കാറില്ല, വാരി കൂട്ടി വെക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് എല്ലാ പ്രായമുള്ളവരുടെ കാര്യം മാത്രമല്ല, എല്ലാവർക്കും വേണ്ടത് പണമാടോ. അതിന് പണത്തിന് പ്രായമൊന്നുമില്ല, എല്ലാവർക്കും വേണ്ടത് പണമാണ്. എത്ര കിട്ടിയാലും തികയുന്നില്ല, എത്ര കിട്ടിയിട്ടും തികയുന്നില്ല. എല്ലാവർക്കും വേണ്ടതോ പണമാണ്. അതിനു വേണ്ടി എന്തും നമ്മൾ ചെയ്യുമല്ലോ, എന്ത് വൃത്തികേട് വേണമെങ്കിലും ചെയ്യുമല്ലോ. എല്ലാവർക്കും പണമാണ് വേണ്ടത്. എന്തിനാ പ്രായമുള്ളവരുടെ കഥ പറയുന്നത്? എന്തിനാണ്? കൊച്ചുമക്കളുണ്ടല്ലോ, നമ്മുടെ വീട്ടിലുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടത് എന്താണ്? പടച്ചവനെ, പണ്ടത്തെ കുട്ടികളുണ്ടല്ലോ, അവര് വാപ്പാനോട് ചെന്നിട്ട് പറയും, വാപ്പാ, എനിക്ക് മുട്ടായി വാങ്ങിത്താ, എനിക്ക് കളിപ്പാ
കളിപ്പാട്ടം വാങ്ങിത്താ. പണ്ടത്തെ മക്കൾ അങ്ങനായിരുന്നു. അവര് മുട്ടായിയാണ് ചോദിക്കുന്നത്, അവര് കളിപ്പാട്ടമാണ് ചോദിക്കുന്നത്. എന്നാ ഇന്നത്തെ ഒരു കുട്ടിയും അന്ന് മുട്ടായി വേണമെന്ന് വാപ്പയോട് പറയാറില്ല. ഉപ്പയോട് പറയുന്നത് പൈസതാ പൈസതാ. ആ കൊച്ചുകുട്ടികൾക്ക് വരെ വേണ്ടത് പൈസയാടോ. ഇന്ന് വാപ്പയെ കാണുന്നത് ATM പോലെയാണ്, വാപ്പാനെ കാണുന്നത് പണം കിട്ടുന്ന ATM പോലെയാണ്. ആ പിഞ്ചു മക്കൾക്കും വേണ്ടത് പണമാണ്, ആ പിഞ്ചു കുട്ടികൾക്ക് വേണ്ടതും പണമാണ്. എന്തുകൊണ്ടാണ് സമ്പത്തിനോടുള്ള ഇത്രയും ആർത്തി വരാനുള്ള കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കള് തന്നെയാ, മാതാപിതാക്കള് തന്നെയാ. പടച്ചറപ്പേ, മാതാപിതാക്കള് മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം എന്താ? സ്കൂളിൽ പഠിക്കുന്ന മക്കളോട് ഉമ്മ പറയുകയാണ്, നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, ഉന്നത വിജയം നേടണം, 1ാം റാങ്ക് വാങ്ങേണ്ടത് നീയാണ് മോനെ, എങ്കിലേ നല്ല ജോലി കിട്ടൂ, എങ്കിലേ മോനെ നല്ല ജീവിതം കിട്ടൂ. ഉമ്മ അതാ സ്കൂളിൽ പഠിക്കുന്ന മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ, മോനെ പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ, ഈ ദുനിയാവിലെ ജീവിക്കണമെങ്കിൽ പണം വേണം മോനെ. 25കാരനോടല്ല, ഈ സ്കൂളിൽ പഠിക്കുന്ന ചെറിയ മക്കളോട് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. പടച്ചവനെ, അതുകൊണ്ടാണ് +1 പഠിക്കുന്നവൻ കഞ്ചാവ് കച്ചവടത്തിന് പോകുന്നത്. അതാ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവരുണ്ടല്ലോ, കൊട്ടേഷൻ നടത്തുന്നവരുണ്ടല്ലോ, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവരുണ്ടല്ലോ, കൊലപാതകങ്ങൾ നടത്തുന്നവരുണ്ടല്ലോ. എന്തിനാ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്? പണത്തിന് വേണ്ടിയാ. എല്ലാവർക്കും വേണ്ടത് പണമാടോ. വിദ്യാഭ്യാസമുള്ളവനാണ് 50 ലക്ഷവും 50 പവനും കാറും കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആർത്തി തീരുന്നില്ലല്ലോ. എല്ലാവർക്കും പണമാണ് വേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആരും അവരെ ഉപദേശിക്കാറില്ല. ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാരോട് ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ചെന്നിട്ട് ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മൾ ആരും അങ്ങനെ ചെയ്യാറില്ലടോ. എന്നാൽ ഇന്നത്തെ കുട്ടികളെ ചോദിക്കുന്നത് കൊടുത്തില്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യുന്ന കാലമാണ്. പടച്ചവനെ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7 വയസ്സുള്ള ഒരു പൊന്നുമകന് മദ്രസയിൽ നിന്ന് മദ്രസ വിട്ടിട്ട് വീട്ടിലേക്ക് കടന്നു വരികയാ. ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ എനിക്ക് മൊബൈൽ വേണം, ഉമ്മ എനിക്ക് മൊബൈൽ വേണം ഉമ്മ. ഉമ്മ പറഞ്ഞു, സ്കൂളിൽ പോകാ സമയമായടാ, പോയി കുളിക്കടാ എന്ന് പറഞ്ഞ് തോർത്തെടുത്ത് തന്റെ 7 വയസ്സുള്ള 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോന്റെ കയ്യിലേക്ക് ഉമ്മ തോർത്ത് കൊടുത്ത് വിടുകയാണ്. അടുക്കളയിൽ ചെന്നിട്ട് ഉമ്മ ചോറ് റെഡിയാക്കുകയാണ്. തന്റെ പൊന്നാര മകനെ സ്കൂളിൽ കൊണ്ടുപോകാറ് പാത്രത്തിലേക്ക് ഭക്ഷണം റെഡിയാക്കുമ്പോ മോനെ കാണുന്നില്ല. തന്റെ പൊന്നാര മകനെ കാണാതെ വന്നപ്പോ ഉമ്മ ചെന്ന് ബാത്റൂമിന്റെ വാതിൽ തുറന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു ഉമ്മ കാണുന്ന കാഴ്ച എന്തെന്നറിയുമോ? 7 വയസ്സുള്ള 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഉമ്മ കൊടുത്തു വിട്ട തോർത്തിനകത്ത് കുളിപ്പരയ്ക്കകത്ത് തൂങ്ങി നിൽക്കുന്ന രംഗമാ. പടച്ചവനെ, കാരണം മൊബൈൽ കൊടുത്തില്ലടോ. ഇന്നത്തെ മക്കളുടെ അവസ്ഥയാണ്, അവര് ചോദിക്കുന്നത് കൊടുത്തില്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യുന്ന കാലമാണ്. ടൂറിന് വിടാത്തതിന്റെ പേരിലാണ് 2 ദിവസം മുമ്പ് മണ്ണാർക്കാട് ഒരു പൊന്നുമകൻ ആത്മഹത്യ ചെയ്തത്. പടച്ചവനെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയുടെ ഫ്രണ്ടില് പടച്ചവനെ 2 ദിവസം മുമ്പ് ഞാൻ ചെന്നതാണ് ഒരു ജനാസ കാണാൻ. അവിടെ ചെല്ലുമ്പോ കാണുന്നത് 6 വയസ്സുള്ള ഒരു അമുസ്ലിമായ പൊന്നുമകന്റെ ജനാസയാ. പടച്ചവനെ, കാരണം മൊബൈലാടോ. ഇന്ന് മൊബൈലിന്റെ അടിമകളായി നമ്മുടെ മക്കൾ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ ആകാനുള്ള കാരണം എന്താ? വാപ്പാ, നീ നിന്റെ ഉപ്പയോട് നീ ചെന്ന് ഭീഷണിപ്പെടുത്താറില്ല. എനിക്ക് വാങ്ങി തന്നില്ലെങ്കിലും മരിക്കുമെന്ന് നീ പറയാറില്ല. കാരണം നിനക്കറിയാ നിന്റെ വാപ്പയുടെ ജോലി എന്താണെന്ന്. നിന്റെ വാപ്പ ഒരു കൂലിപ്പണിക്കാരനാണ്. വാപ്പയ്ക്ക് 250-300 രൂപയാണ് ശമ്പളം കിട്ടുന്നതെന്ന്. വാപ്പയുടെ വരുമാനം നിനക്കറിയാ. ഉപ്പ എങ്ങനെയാണ് നിന്നെ കഷ്ടപ്പെട്ടു വളർത്തുന്നതെന്ന് ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ളവർക്കറിയാമായിരുന്നു. എന്നാ ഇന്നത്തെ ഒരു മക്കൾക്കും അതറിയാറില്ല.
പറയാറില്ല, വാപ്പ പറയാറില്ല, വാപ്പയുടെ കഷ്ടപ്പാടിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാറില്ല, വാപ്പയുടെ ജോലി എന്താണെന്ന് മക്കൾക്കറിയില്ല, വാപ്പയുടെ സാലറി എത്രയാണെന്ന് മക്കൾക്കറിയില്ല. അത് പറഞ്ഞു കൊടുക്കണം ബാപ്പ, എങ്കിലേ നിന്റെ വിലയറിയൂ, എങ്കിലേ ജീവിതത്തിന്റെ വിലയറിയൂ. വാപ്പ ആരെ പോലെയാകണമെന്നറിയുമോ? അതാ ഞാനൊരു വാപ്പയെ പറഞ്ഞു തരാ, ഞാനൊരു പിതാവിനെ പറഞ്ഞു തരാ. ആരാണെന്നറിയുമോ? മഹാനായ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് അബൂദർ റളിയല്ലാഹു തആല അൻഹു. സാധാരണ സ്വഹാബിയല്ല, സാധാരണ ഒരു സ്വഹാബിയല്ല. ആ സ്വഹാബിയുടെ പ്രത്യേകത എന്തെന്നറിയുമോ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ എന്ന് പറയുന്ന മലക്കും രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുകയാണ്. ഒരു സ്വഹാബിയായ മനുഷ്യന്റെ രൂപത്തിലാണ് ജിബ്രീൽ വന്നിരിക്കുന്നത്. നബിതങ്ങൾ സംസാരിക്കുകയാ, നബിതങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. അപ്പോഴാണ് അബൂദർ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുന്നത്. അബൂദർ വഴിയിലൂടെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ജിബ്രീലിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ അബൂദർ ചിന്തിച്ചു, അല്ലാ, എന്തോ വലിയ ചർച്ച നടക്കുകയാണ്. ഇടയിൽ കയറി സലാം പറയണ്ട, അത് നബിതങ്ങൾക്കൊരു പ്രയാസമായാലോ. അതുകൊണ്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു ഒന്നും മിണ്ടാതെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലൂടെ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? ചോദിക്കുന്നത് ജിബ്രീലാണ്. ജിബ്രീൽ എന്ന് പറയുന്ന മലക്കാണ് ചോദിക്കുന്നത്. ആ നടന്നു പോകുന്നത് അബൂദർ അല്ലേ നബിയേ? സലാം പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ ഞാനും മടക്കുമായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതമാവുകയാണ്. കാരണം ജിബ്രീലാണ് പേര് പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീൽ, എന്റെ അബൂദറിനെ നിനക്ക് എങ്ങനെ അറിയാ? അത് അബൂദറാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നത്? എന്റെ അബൂദറിനെ നിനക്ക് പരിചയമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബു അശ്റു ഫിൽ അർദി. നബി തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ദുനിയാവിലെ ജനങ്ങൾക്ക് അബൂദറിനെ അറിയില്ലെങ്കിലും 7 ആകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാലും അബൂദറിന്റെ പേര് പറയും നബിയേ. അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് മലക്കുകൾ അബൂദറിനെ സ്നേഹിക്കുന്നത്? ഇഷ്ടപ്പെടാനുള്ള കാരണമെന്താ? സ്നേഹിക്കാനുള്ള കാരണമെന്താ? അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അബൂദർ ഒരു പരിത്യാഗിയാണ് നബിയേ. അബൂദറിന് ദുനിയാവിനോട് വെറുപ്പായിരുന്നു, സമ്പത്തിനോട് വെറുപ്പായിരുന്നു. മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് അബൂദർ ഇഷ്ടപ്പെട്ടിരുന്നത്. അബൂദർ ഒന്നും കയ്യിൽ കരുതി വെക്കാറില്ല. എന്ത് കിട്ടിയാലും പാവങ്ങൾക്ക് കൊടുക്കുകയാ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുകയാണ്. ഒന്നും സൂക്ഷിച്ചു വെക്കാറില്ല. പണം സൂക്ഷിച്ചു വെക്കുന്നവരെ ഇഷ്ടവുമല്ല. അവരുടെ വീടിന്റെ മുറ്റത്ത് ചെന്നിട്ട് അബൂദർ പ്രസംഗിക്കുമായിരുന്നു. പടച്ചവനെ, അബൂദർ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ കാലഘട്ടത്തിൽ വഅദ് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചെന്നിട്ട് പറഞ്ഞു, നബിയേ, അബൂദറിന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല നബിയേ. നബി തങ്ങൾ ചോദിച്ചു, അബൂദറേ, നീ എന്തിനാ വഅദ് പറയുന്നത്? നബിയേ, അല്ലാഹയല്ലേ പറഞ്ഞത് പണം സൂക്ഷിച്ചു വെക്കാൻ പാടില്ലെന്ന്. അതുകൊണ്ടാ ഞാൻ വഅദ് പറയുന്നത്. നബി തങ്ങളൊന്നും മിണ്ടിയില്ല. അബൂബക്കർ തങ്ങളുടെ കാലം വന്നു, അബൂദർ വഅദ് പറയുകയാ. ഉമർ തങ്ങളുടെ കാലം വന്നു, അബൂദർ വഅദ് പറയുകയാ. ഉസ്മാൻ തങ്ങളുടെ കാലം വന്നു, അബൂദർ വഅദ് പറയുകയാ. പരാതി കൂടുകയാണ്, അബൂദറിനെ കുറിച്ചുള്ള പരാതി കൂടുക.
നടത്തുകയാ. അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ അവിടുന്ന് നാട് കടത്തുകയാണ്. ഭാര്യയെയും മക്കളെയും ഉൾപ്പെടെ അബൂദർ തങ്ങളെ നാട് കടത്തുകയാ. അങ്ങനെ മരുഭൂമിയിൽ ചെന്ന് ആരാരുമില്ലാത്ത മരുഭൂമിയിൽ അബൂദർ റളിയല്ലാഹു തആല അൻഹു ഒറ്റയ്ക്ക് ചെന്ന് വീട് കെട്ടിയിട്ട് താമസിക്കുകയാ. വാപ്പമാരേ, ഒരു പിതാവ് എങ്ങനെയാകണമെന്നറിയുവോ? ഇതാണ് പണ്ടത്തെ പിതാക്കന്മാരങ്ങനാ, ഇന്നത്തെ പിതാക്കന്മാരങ്ങനെയല്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണമെടുത്തപ്പോ തന്റെ മക്കളെ വിളിക്കുകയാണ്. 3 പെൺമക്കളാ വാപ്പാ, 3 പെൺകുട്ടികളാ വാപ്പാ. അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മക്കളെ വിളിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു, മക്കളെ, വാപ്പയുടെ മരണമെടുത്ത മക്കള്, നിങ്ങൾ എന്നെ വെറുക്കരുത്, നിങ്ങൾ എന്നോട് ദേഷ്യം വെക്കരുത്. വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല, ഒന്നും വാപ്പ സൂക്ഷിച്ചു വെച്ചിട്ടില്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എന്റെ അവസ്ഥ എന്തെന്നറിയുമോ? ഞാൻ മരിച്ചാ കഫം തുണി വാങ്ങാനുള്ള പൈസ പോലും എന്റെ കയ്യിലില്ല. അബൂദർ തങ്ങൾ പറയുകയാ, കീറാത്ത ഒരു നല്ല തുണി എന്റെ കയ്യിലില്ല. പടച്ചവനെ, നിങ്ങളുടെ വാപ്പ പാവപ്പെട്ടവനാണ്, എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തതാണ്. എന്നിട്ട് അബൂദർ തങ്ങൾ പറയുന്നു, നിങ്ങൾ സങ്കടപ്പെടണ്ട, അല്ലാഹുവുണ്ട് മക്കള്, പടച്ച റബ്ബ് കൈവിടൂല. വാപ്പ മരിച്ചു കഴിഞ്ഞാൽ വാപ്പാനാരാണ് കഫം പൊതിയുന്നത്, ആരാണ് ഖബറടക്കുന്നത് എന്ന് നിങ്ങൾ ബേജാറാകണ്ട. അബൂദർ തങ്ങൾ പറയുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാ എന്റെ ജനാസ കൊണ്ടുപോയിട്ട് ജനങ്ങൾ നടന്നു പോകുന്ന വഴിയുണ്ടല്ലോ, ആ വഴിയോരത്ത് എന്റെ ജനാസ നിങ്ങൾ കൊണ്ടുപോക്കണം, എന്നിട്ട് നിങ്ങൾ കാത്തു നിൽക്കണം. അതാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് ഉംറ ചെയ്തിട്ട് വരുന്നവരെ കാണാ. അവരോട് നിങ്ങൾ പറയണം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ വാപ്പാനെ ഒന്ന് പൊതിഞ്ഞിട്ട് ഖബറടക്കാൻ പറഞ്ഞാ മതി, നിങ്ങൾ ബേജാറാകണ്ട. അബൂദർ തങ്ങൾ മരണപ്പെട്ടു. വാപ്പ പറഞ്ഞതുപോലെ മക്കള് ജനാസ എടുത്തുകൊണ്ട് വഴിയോരത്ത് കൊണ്ട് നിന്നു. ഒരുപാട് സമയം കഴിഞ്ഞപ്പോ ഒരു സംഘം വരികയാണ്. 30 പേരുണ്ട് സഹോദരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് ഉംറ ചെയ്തിട്ട് 30ഓളം വരുന്ന ഒരു സംഘം വരികയാണ്. നേതാവാരെന്നറിയുമോ? മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, അവിടെ നിന്ന് വരികയാണ്. 3 പെൺമക്കളും മാറി നിന്നു. വാപ്പാടെ ജനാസയുടെ ഭാഗത്ത് നിന്ന് അന്യപുരുഷന്മാരാണല്ലോ വരുന്നത്. മാറി നിന്നിട്ട് ഈ മക്കള് വിളിച്ചു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, ഞങ്ങളുടെ പിതാവാ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തില് ഞങ്ങളുടെ വാപ്പാനെ ഒന്ന് പൊതിഞ്ഞിട്ട് ഖബറടക്കണേ. സൽമാൻ തങ്ങൾ ചിന്തിക്കുന്നു, ആരാ അല്ലാഹ്, ഇത്രയും പാവപ്പെട്ട സ്വഹാബിയാരാ? മുഖത്തിട്ടിരുന്ന തുണി അങ്ങ് മാറ്റുമ്പോ ആരാ കിടക്കുന്നതെന്നറിയുമോ? മഹാനായ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. അപ്പോഴാണ് സൽമാൻ തങ്ങൾ വിളിച്ചു പറഞ്ഞത്, സദഖ റസൂലുള്ളാഹ്, എന്റെ നബി തങ്ങൾ പറഞ്ഞത് സത്യമാണ്, എന്റെ നബി തങ്ങൾ പറഞ്ഞത് സത്യമാണ്. അതുകൊണ്ട് പിതാവേ, നീ ഇങ്ങനെയാണ് ആകേണ്ടത്, ഒരു വാപ്പ ഇങ്ങനെയാണ് ആകേണ്ടത്. നീ പറഞ്ഞു കൊടുക്ക്, നിന്റെ ജോലി എന്താണെന്ന്, നിന്റെ ശമ്പളം എന്താണെന്ന്, നിന്റെ കഷ്ടപ്പാട് എന്താണെന്ന് നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്ക്. പെങ്ങളെ, പണ്ടത്തെ ഉമ്മമാരും ഇന്നത്തെ ഉമ്മമാരും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയുമോ? നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ ഒരൽപ്പം ഭക്ഷണം താഴെ വീണ ഭക്ഷണം ഉമ്മ എടുക്കുകയാണ്, പാത്രത്തിനകത്ത് ഇട്ട് തരികയാണ്. എന്നിട്ട് ഉമ്മ പറഞ്ഞു, മോനെ, ഇത് അല്ലാഹു തന്ന റിസ്കാ,
ഇത് നിന്റെ വാപ്പ രക്തം വിയർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കിയതാണ്, കളയല്ലേ മോര്. നമ്മുടെ ഉമ്മമാര് തന്നിരുന്ന ഒരു ഉപദേശമുണ്ടായിരുന്നടോ. ഇന്നത്തെ പെണ്ണുങ്ങള് ഒരു പാത്രം ചോറെടുത്ത് വെറുതെ കളഞ്ഞാൽ ഏതു പെണ്ണാണ് തന്റെ മക്കളെ ഉപദേശിക്കുന്നത്? അവർക്കറിയില്ലടോ, അവർക്കറിയില്ലടോ. ചോദിക്കുന്നത് കിട്ടിയാൽ മാത്രം മതിയടോ. എന്റെ പെങ്ങള്, സമ്പത്തിനോടുള്ള ആർത്തി കളമോള്, നിനക്ക് സ്വർഗത്തിൽ പോകാൻ കൊതിയുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സഹാബി വനിതകളോട് നബി തങ്ങൾ ചോദിച്ചു, പെണ്ണുങ്ങള്, സ്വർഗത്തിൽ പോകുന്ന ഒരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ? അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ ഞാൻ കാണിച്ചു തരട്ടെയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ പെണ്ണുങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ ഒന്ന് പറഞ്ഞു തരുമോ നബിയേ? എല്ലാവരും വിചാരിച്ചു ഞാനാകുമെന്ന്. എല്ലാ പെണ്ണുങ്ങളും വിചാരിക്കുകയാണ് എന്റെ പേരായിരിക്കും നബി തങ്ങൾ പറയുന്നത്. എല്ലാവരും അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞു, ആ പോകുന്ന വിറകുവെട്ടുകാരന്റെ ഭാര്യയുണ്ടല്ലോ, വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു പാവപ്പെട്ടവളായ വിറകുവെട്ടുകാരന്റെ ഭാര്യയെ കാണിച്ചിട്ട് പറയുകയാണ്, അവള് സ്വർഗത്തിന്റെ അവകാശിയാണ്, അവള് സ്വർഗത്തിന്റെ അവകാശിയാണ്. നബി തങ്ങൾ പറയുമ്പോ പെണ്ണുങ്ങൾ ഓടുകയാണ്. വിറകുവെട്ടുകാരന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു, പെണ്ണേ, നീ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുകയാ. എന്ത് നന്മയാ ചെയ്യുന്നത്, എന്ത് നന്മയാ ചെയ്യുന്നത്? ആ പെണ്ണ് പറഞ്ഞു, ഞാൻ നിസ്കരിക്കാറുണ്ട്, നോമ്പ് പിടിക്കാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, സദക്ക കൊടുക്കാറുണ്ട്. ഈ ചോദിച്ച പെണ്ണുങ്ങൾ പറഞ്ഞു, ഇത് ഞങ്ങളും ചെയ്യാറുണ്ട്. പ്രത്യേകമായിട്ട് വല്ല അമലുമുണ്ടോ? പ്രത്യേകമായിട്ട് നീ എന്തെങ്കിലും നിസ്കരിക്കുന്നുണ്ടോ? എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടോ? പെണ്ണു പറഞ്ഞു, ഒന്നുമില്ല, ഞാനും നിങ്ങളെപ്പോലെയേ ചെയ്യുന്നുള്ളൂ. അവസാനം പെണ്ണുങ്ങൾ പറയുകയാ, എന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്നുണ്ടോ? അപ്പോഴാ പെണ്ണ് പറയുകയാ, വഅദ് കേൾക്കാൻ കടന്നു വന്ന ഉമ്മമാരേ, സ്വർഗത്തിൽ പോകുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെയോ? അള്ളാന്റെ സ്വർഗത്തിൽ കടന്നു പോകാൻ നിനക്ക് ഞാനൊരു നന്മ പറഞ്ഞു തരാ. ഈ വിറകുവെട്ടുകാരന്റെ ഭാര്യ എന്ത് ചെയ്യുമെന്നറിയുമോ? രാവിലെ ഭർത്താവ് ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ കെട്ടിപ്പിടിച്ച ഉമ്മ കൊടുത്ത് ടാറ്റ വിട്ട് പറയുന്നു, ടാറ്റ കൊടുത്തു പറഞ്ഞു വിടുന്നവളല്ല ഭാര്യ. രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന ഭർത്താവിനോട് പുറകിൽ ചെന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് പറയുകയായി, വൈകുന്നേരം ഈ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ ഹറാമായ പൈസ കൊണ്ടുവരല്ലേ, ഹറാമായ പണം കൊണ്ടുവരല്ലേ, ഹറാമായ ഭക്ഷണം കൊണ്ടുവരല്ലേ, പട്ടിണി കിടക്കാൻ തയ്യാറാ. ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് ഹറാമ് കൊണ്ടുവരാൻ പാടില്ല എന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിനെ ഓർമ്മപ്പെടുത്തിയാ അവൾക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ പറയുകയാണ്, അതാ പ്രായമാകും തോറും ആഗ്രഹം കൂടുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് സമ്പത്തിനോടുള്ള ആർത്തി കൂടുകയാണ്. അൽ ഹിർസു അലൽ മാൽ, അൽ ഹിർസു അലൽ ഉംരി. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? മരണത്തെ അവർക്ക് ഇഷ്ടമല്ല, മരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. 90 വയസ്സുള്ളവനും 60ഉം 70ഉം വയസ്സുള്ള വാപ്പയ്ക്കും മരിക്കാൻ ഇഷ്ടമല്ല. ജീവിക്കണമടോ. പടച്ചവനെ, മക്കളുടെ കല്യാണം കഴിഞ്ഞു, മക്കളതാ കൊച്ചുമക്കളെ കണ്ടു, കൊച്ചുമക്കളുടെ കല്യാണം കഴിഞ്ഞു. ഇപ്പൊ പറയുന്നത് അവരുടെ മക്കളെ കാണണമെന്നാണ്. മരണ വീട്ടിൽ പോലും പോകാറില്ല, മരണത്തെക്കുറിച്ച് പറയുന്നത് പോലും ഇഷ്ടമല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പ്രായമാകും തോറും മരിക്കാനുള്ള പേടി പോവുകയാണ്, മരിക്കാനുള്ള ആഗ്രഹം പോവുക
പോവുകയാണ്. പടച്ചവനെ ജീവിക്കാനുള്ള കൊതി കൂടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഇരിക്കുന്നവരോട് പറയുകയാണ്, അങ്ങനെ നീ നടക്കുമ്പോ അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്റായീൽ. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ ചാരത്ത് വരികയാണ്. നിന്റെ മോഹങ്ങളൊന്നും നടന്നില്ല, നിന്റെ ആഗ്രഹങ്ങളൊന്നും നടന്നില്ല, നിന്റെ മോഹങ്ങൾ മുഴുവനും ബാക്കിയാക്കി നാണം കെട്ടവനെ പോലെ, നിന്യനെ പോലെ, നിസാരനെ പോലെ ഈമാനില്ലാതെ മരിച്ചു പോവുകയാണ്. എന്നാ രണ്ടാമതൊരു വിഭാഗമുണ്ട്. ആഗ്രഹങ്ങൾ മുഴുവനും തീർന്നിട്ട് പടച്ചവനെ റെഡിയായിരുന്നു, സലാം പറഞ്ഞു, സ്വർഗത്തിന്റെ ചിത്രം കണ്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, ഈമാനുള്ള മരണം കിട്ടുന്ന വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ, നല്ല മരണം തരണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലര് അവരുടെ ആഗ്രഹങ്ങൾ മുഴുവനും സാധിപ്പിച്ച് അൽഹംദുലില്ലാ വെള്ളിയാഴ്ച രാവിലോ പകലിലോ സ്വർഗം കണ്ട് ഷഹീദിനെ പോലെ മരിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മറ്റു ചിലര് ആഗ്രഹങ്ങളൊന്നും നടക്കാതെ തെണ്ടിത്തിരിഞ്ഞ് തൻ്റെ മോഹങ്ങൾ മുഴുവനും ബാക്കിയാക്കി നഷ്ടവാളിയെ പോലെ, നരകവാസിയെ പോലെ മരിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.